ഹലോ ഗൈസ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് കാണുന്നത് ഈ ഡിയോഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പിനെ പറ്റിയാണ്. ആൻഡ് ഐ തോട്ട് ഞാനും കുറച്ച് സാധനങ്ങൾ അതിനകത്ത് വാങ്ങിക്കണം എന്ന്. ആൻഡ് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാങ്ങിച്ച ഒരു സാധനവും ഞാനൊരു പ്രതീക്ഷ വെച്ച് വാങ്ങിച്ചതല്ല. കാരണം ഏതെങ്കിലും ഒരു ആപ്പ് തുടങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് എങ്ങനെയാണ് ക്വാളിറ്റി എന്നുള്ളത് അറിയാൻ പാടാത്തതുകൊണ്ട് ഞാൻ വളരെ റേറ്റൊക്കെ പിടിച്ച്, അതിനകത്തുള്ള റേറ്റുകളുടെ ഒരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ലൈക്ക് 3 രൂപ അല്ലെങ്കിൽ 8 രൂപ, 10, 15 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടും. ഞാൻ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും എനിക്കൊരു അണ്ടർ 30 റുപ്പീസോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടായത്. അപ്പോൾ ഞാൻ അതിന് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ സാധനം ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സാധനമാണ്. ഓക്കെ, ഞാൻ ഈ മൈക്ക് എവിടെയെങ്കിലും വയ്ക്കാം. അതാണ് നല്ലത്. ഈ ഒരു സാധനമാണ്. ഇതൊരു ഇങ്ങനത്തെ ഒരു കവറിൽ, ഇങ്ങനത്തെ ഒരു പെട്ടിയിലാണ് വന്നത്. ഇതിനകത്ത് ഡിയോഡ് ആപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഡിയോഡ് ആപ്പിൽ തന്നെയാണ് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് സാധനം. ഇത് എനിക്ക് അത്യാവശ്യം സെക്ഷനൊക്കെ ഉണ്ട്. ഞാനിവിടെ ഒരു വീഡിയോ ഇടാം. പക്ഷേ യുനോ നമുക്ക് ഫോൺ വെക്കാൻ മാത്രമുള്ള ക്വാളിറ്റി ഇതിനുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസം പോരാ. ബട്ട് എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത സാധനം പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ് ഞാൻ അവസാനം കാണിക്കട്ടെ. നെക്സ്റ്റ് എനിക്കൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ്. എനിക്ക് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? സോക്സ് ഇവിടെ എഴുതി വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണെന്നല്ലേ. ശരിയാ, ഇതൊരു സോക്സ് ആണ്. ആൻഡ് ഇത് നമുക്ക് മറ്റേ ഡിസ്പോസിബിൾ വൺ ടൈം യൂസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനമാണ്. ഇത് പൊട്ടിച്ചിട്ടില്ല. ഞാനിപ്പോൾ വീഡിയോയിൽ എടുക്കുമ്പോൾ പൊട്ടിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയാണെന്നും കൂടെ അറിയാണ്ട് ഒരു കൗതുകത്തിൽ വാങ്ങിയതാണ്. അയ്യോ എടാ, ഇത് എന്താടാ അമ്മേ? എടാ, ഇതൊരു സോക്സ് ചുരുക്കി ഇത്ര ചുരുക്കി കൂട്ടിയിട്ടൊരു സോക്സ് വെക്കണോ? നമ്മൾ എന്തായാലും ഇടാനുള്ളതല്ലേ. ഇത്ര ചുരുക്കി തേക്കാനും കൂടെ പറ്റാത്തൊരു സാധനമാണ് സോക്സ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ആക്കാവോ? ആഹാ, അപ്പോ ഇതാണ് സോക്സ്. കൊള്ളാം. എനിവേ ഇത് അത്രയ്ക്കും പ്രശ്നമൊന്നുമില്ല. ചെറിയ ഇങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ കൊള്ളാം. ഇത് കാലിലിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വാവ്, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കളറാണിത്. ബട്ട് ഇതെന്തിനാണ് ഈ കളറിൽ എനിക്ക് അവർ തന്നതെന്ന് അറിയില്ല. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ ഫോട്ടോ കൊടുക്കട്ടെ. എല്ലാത്തിനും ഫോട്ടോ ഞാനിവിടെ കൊടുക്കും. ഇത് മറ്റേ വാഷ്റൂം അല്ല, ക്ലോസറ്റിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പൊക്കില്ലേ, അപ്പോൾ ഈ ഒരു സാധനം പിടിച്ച് പൊക്കാം എന്നൊക്കെയാണ് കണ്ടത്. എന്തായാലും കൊള്ളാം. ഞാൻ ഷൂട്ട് ചെയ്യണ ഫോണിൽ തന്നെ ആയതുകൊണ്ട് എനിക്കിത് ഓർത്തെടുത്ത് നോക്കാനും പറ്റില്ല. ഇതാണ് സാധനം. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനം ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കണ ഒരു സാധനമാണെങ്കിൽ, ഇപ്പോൾ പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. പേസ്റ്റാണ് ഇവിടെ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം അതെല്ലാം ഒട്ടിക്കുക. ഇതൊക്കെ എത്രത്തോളം വർക്കാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, എന്നാലും ഞാൻ വാങ്ങി. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കൊതുക് വല അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ആണി അടിക്കേണ്ടാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ. ഇത് ഞാൻ വാങ്ങാൻ കാരണം ഒരു നൊസ്റ്റാൾജിക് പരിപാടിയായിട്ട് വാങ്ങിച്ചതാണ്. ഇതായത് കാരണം പണ്ടിത് ഞാൻ അമ്മ യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ പണ്ടത്തെ മൊബൈലിൽ ഇത് ആ ഒരു ഇതിൽ ഞാൻ വാങ്ങിച്ചു നോക്കിയാൽ കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ്. എൻ്റെ ഞാൻ ഹോസ്റ്റലൊക്കെ പഠിക്കുമ്പോഴല്ലോ ഈ ഒരു സാധനം, അയ്യോ എനിക്ക് എൻ്റെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ബ്രഷിൽ വന്നിട്ട് ഈ പാറ്റ പരിപാടികളൊക്കെ ഇങ്ങനെ നക്കണ കുറേ റീൽസ് കാണും. എനിക്കത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഉള്ള സമാധാനം മൊത്തം പോകും. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ് ഇട്ടത് അന്നൊക്കെ. പിന്നെ ഞാൻ വീട്ടിലോട്ട് വന്ന് പിന്നെ തന്നെ ഇത് നഷ്ടപ്പെട്ടു. അത് അങ്ങനെ വേണം പറയാൻ.
അപ്പോൾ ഞാൻ വീണ്ടും ഇത് നോക്കി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇനി ഇതിനകത്തുനിന്ന് കിട്ടിയത് നല്ലൊരു പ്രൈസിനാണ് കിട്ടിയത്. സി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ അത്രയ്ക്ക് ഞെക്കിയാലാണ് ഇത് ഇങ്ങനെ അമങ്ങാനുള്ളൂ. ഇനി ഇത്രയും സാധനങ്ങളാണ്. അപ്പം ഞാൻ എന്താണ് എൻ്റെ അവസാനത്തെ പർച്ചേസ്. എല്ലാം കൂടെ ഇത്രയും 5-6 സാധനങ്ങളെ വാങ്ങിച്ചോളൂ. എനിക്ക് അങ്ങനെ ടോട്ടൽ 150 ആയോ അത്രയും കണ്ട സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചതിന്. ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇതാണ് സാധനങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.